ശരി, നമുക്ക് ഇന്നലെ താമരശ്ശേരി അമ്പായത്തോട്ടിലെ ഫ്രഷ് കട്ട് സമരവുമായി ബന്ധപ്പെട്ട് ഇന്നലെയും നമ്മളൊരു വാർത്ത നൽകിയിരുന്നു. എന്ന് വെച്ചാൽ ഒന്നാം പ്രതി മഹറൂഫ് അവിടെ ഒളിവിലാണ്. ഒളിവിലുള്ള മഹറൂഫ് നമ്മളോട് സംസാരിക്കുന്നു. ഒന്നാം പ്രതിയായിട്ട് പോലും അദ്ദേഹം ഇറങ്ങി നടക്കുന്നു എന്ന വാർത്ത ഇന്നലെ നമ്മൾ നൽകിയിരുന്നു. ഇതിലെ സമരസമിതി ചെയർമാൻ ബാബു കുടുക്കിൽ അവിടെ സ്ഥാനാർത്ഥിയാണ്. താമരശ്ശേരി ഫ്രഷ് കട്ട് സമരസമിതി ചെയർമാൻ ബാബു കുടുക്കിൽ താമരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡിലെ ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി എന്നാണ് മുസ്ലിം ലീഗ് ജില്ലാ അധ്യക്ഷൻ MA റസാഖ് മാസ്റ്റർ പറഞ്ഞത്. ബാബു കുടുക്കിൽ എവിടെയാണ് എന്നറിയില്ല. പോലീസാണ് അത്തരം കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത്. ലീഗിന് കോഴിക്കോട് ജില്ലയിൽ വിമത സ്ഥാനാർത്ഥികൾ ഇല്ല എന്നും ജില്ലാ അധ്യക്ഷന്റെ അവകാശവാദമാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം കാണാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി ചിത്രം തെളിയുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ UDF-നെ സംബന്ധിച്ച് വിമതരുടെ ഭീഷണി താരതമ്യേന കുറവാണ്. മുസ്ലിം ലീഗിന് തീരെ വിമത ഭീഷണി ഇല്ല എന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ അവകാശവാദം. ഇപ്പോൾ എന്നോടൊപ്പം മുസ്ലിം ലീഗിന്റെ ജില്ലാ അധ്യക്ഷൻ ചേരുന്നു. ലീഗിന് ഇത്തവണ വിമത പ്രശ്നങ്ങൾ എവിടെയെങ്കിലും ജില്ലയുടെയെങ്കിലും നേരിടുന്നുണ്ടോ? ഇതുവരെയും ശ്രദ്ധയിൽപ്പെട്ട ഒന്നുമില്ല. അങ്ങനത്തെ ഒരു വിമത പ്രശ്നത്തിന് സാധ്യതയില്ലാത്ത രൂപത്തിലുള്ള കൃത്യമായ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ സ്ഥാനാർത്ഥികളും നടന്നിട്ടുള്ളത്. വിമത സ്ഥാനാർത്ഥികളില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി ഇത്തവണ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുണ്ടായത് താമരശ്ശേരി ഗ്രാമപഞ്ചായത്തിലാണ്. ഈ ഫ്രഷ് കട്ട് സമരത്തിനെതിരായിട്ടുള്ള സമരസമിതിയുടെ നേതാവായിട്ടുള്ള ബാബു കുടുക്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി അംഗീകരിക്കുന്നുണ്ട്. അതായത് സ്ഥാനാർത്ഥിത്വത്തെ പറ്റി തീരുമാനിക്കുന്ന അതത് പഞ്ചായത്ത് ഘടകങ്ങളാണ്. അവിടുത്തെ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ഐക്യകണ്ഠേന അദ്ദേഹത്തെ കരിങ്കമണ്ണ് വാർഡിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു സമരത്തിൻ്റെ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ആ ജനകീയ സമരത്തിന് നേതൃത്വം നൽകി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേരുള്ള ആരോപണം. അല്ലാതെ മറ്റാരോപണങ്ങളൊന്നുമില്ലല്ലോ. ആരോപണങ്ങളില്ലാത്ത സാഹചര്യത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി ഏകകണ്ഠമായി പറയുമ്പോൾ ജില്ലാ കമ്മിറ്റിക്ക് അത് അംഗീകരിച്ചു കൊടുക്കാൻ നിർബന്ധിതമാണ്. ജില്ലാ കമ്മിറ്റി അത് അംഗീകരിച്ചിട്ടുണ്ട്. കുടുക്കിൽ തന്നെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും. തീർച്ചയായും അവിടെ പഞ്ചായത്ത് കമ്മിറ്റി ഏകകണ്ഠമായി അതുപോലെ UDF സംവിധാനവും ഐക്യകണ്ഠേന അംഗീകരിച്ചിട്ടുള്ള കാൻഡിഡേറ്റ് എന്നുള്ള നിലക്ക് അത് അവിടെ ബാബു തന്നെ ജനവിധി തേടും. പ്രശ്നം പറയുന്നത് അദ്ദേഹം വന്ന രീതി, നോമിനേഷൻ കൊടുക്കാൻ വന്ന രീതി, പോലീസിനെ വിളിച്ച് വന്നു, അതിൽ ലീഗ് ജില്ലാ നേതൃത്വത്തിന് അതൃപ്തി ഉണ്ടെന്നാണ് വാർത്തകൾ പുറത്തു വന്നത്. അല്ല, അദ്ദേഹം വന്നോ പോയോ എന്നുള്ളത് നമുക്ക് എവിടെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയില്ല. അദ്ദേഹം വന്ന് എന്തെങ്കിലും അങ്ങനെ മറ്റൊരു രീതിയിലാണ് കണ്ടെത്തേണ്ടത് പോലീസാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഡ്യൂട്ടിയുടെ ഭാഗമല്ലല്ലോ. അദ്ദേഹത്തിനെതിരെ കേസുണ്ട്, സ്വാഭാവികമാണ്. പക്ഷേ നോമിനേഷൻ കൊടുക്കാൻ കേസ് തടസ്സമല്ലല്ലോ. ജയിച്ചു കഴിഞ്ഞാൽ പ്രതിജ്ഞ എടുക്കാനും കേസ് തടസ്സമല്ല. കാരണം സ്വാഭാവികമായിട്ടും അങ്ങനെ പ്രതിജ്ഞ എടുക്കണമെങ്കിൽ പിന്നെ നിർബന്ധമായും അത് നിയമപരമായ നടപടിയിലൂടെ അദ്ദേഹത്തിന് സാധ്യമാകും. അദ്ദേഹത്തെ സഹായിച്ച ഒരു യൂത്ത് ലീഗ് നേതാവിനെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയിരുന്നു. അല്ല, അതിപ്പം എല്ലാവർക്കും അറിയില്ലല്ലോ. അയാൾ പ്രതിയാണോ അല്ലേ എന്നുള്ളതും വ്യക്തമായി ധാരണയില്ലല്ലോ. ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ പോലീസ് കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. പോലീസ് അവരെ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത്തവണ വിമതരുടെ ഭീഷണിയൊന്നും കോഴിക്കോട് ജില്ലയിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചില്ല എന്നാണ് ജില്ലാ അധ്യക്ഷൻ വിശദീകരിക്കുന്നത്. ക്യാമറ പേഴ്സൺ മനേഷ് പെരുമണിയോടൊപ്പം ഷബീർ ഉമർ, മീഡിയ 1 കോഴിക്കോട്. ഇവിടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാണ് ബാബു കുടുക്കിൽ. പക്ഷേ അദ്ദേഹമാണെങ്കിൽ ഒളിവിലുമാണ്. ഇനി എങ്ങനെയായിരിക്കുമല്ലോ അങ്ങോട്ടുള്ള പ്രചാരണം? സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചെയ്യുന്നുണ്ട്. സലാം, ബാബു കുടുക്കിൽ ഒളിവിലാണ് ഇപ്പോഴും. വളരെ തന്ത്രപരമായ നീക്കത്തിലൂടെയാണ് നാമനിർദ്ദേശ പത്രിക നൽകുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും ലീഗിന്റെ ഒരു പ്രചാരണ പരിപാടികളും ഒക്കെ? എങ്ങനെയാണ് ജില്ലാ അധ്യക്ഷന്റെ പ്രതികരണം? ദിവ്യ, സൈഫുദ്ദീൻ ബാബു കുടുക്കിൽ എന്ന് പറയുന്ന ഫ്രഷ് കട്ട് സമരസമിതിയുടെ ചെയർമാൻ തന്നെയാണ് ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി എന്നുള്ള ഒരു വിശദീകരണമാണ് ഇപ്പോൾ ലീഗ് ജില്ലാ നേതൃത്വം നൽകുന്നത്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രചരണങ്ങളൊക്കെ തന്നെ അവിടെ ആരംഭിക്കുകയും ചെയ്തു. നാമനിർദ്ദേശ പത്രിക നൽകിയത് പ്രാദേശിക ലീഗ് നേതൃത്വമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ അതിന് സഹായിച്ച ആളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന സ്ഥിതി വരെ ഉണ്ടായി. ഏതായാലും ബാബു കുടുക്കിൽ തന്നെയാണ് അവിടെ മത്സരിക്കുക. സാധാരണഗതിയിൽ ജയിലിൽ നിന്നും മത്സരിക്കാനുള്ള ഒരു പ്രൊവിഷൻ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളിൽ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് മത്സരിക്കുന്നതിന് അത് തടസ്സമായില്ല. അതോടൊപ്പം തന്നെ ഇനി കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഫ്രഷ് കട്ട് സമരം അവിടെ നാട്ടുകാരൊക്കെ തന്നെ ഒരു ജനകീയ സമരം എന്ന നിലക്കാണ് തുടങ്ങിയത്. അത് പിന്നീട് സംഘർഷത്തിലേക്ക് എത്തുകയായിരുന്നു. ആ രീതിയിൽ ഈ സമരത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് അവിടെയുള്ള മുഴുവൻ ജനങ്ങളും ഉള്ളത്. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വിജയം ഒരു തടസ്സമാണ് എന്ന് കരുതാനാകില്ല. ആ രീതിയിൽ പ്രചരണവും വലിയ തടസ്സം സൃഷ്ടിക്കില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഫ്രഷ് കട്ട് സമരത്തോട് ആദ്യഘട്ടത്തിൽ തന്നെ ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളും, അതായത് താമരശ്ശേരി മേഖലയിലുള്ള മുഴുവൻ ജനങ്ങളും വലിയ അനുകൂല സമീപനം തന്നെയാണ് സ്വീകരിച്ചത്. ഈ ഫ്രഷ് കട്ട് അറവ് മാലിന്യ പ്ലാന്റിനെതിരെ തന്നെയാണ് ജനങ്ങളുടെ നിലപാട്. ആ ഒരു സാഹചര്യത്തിൽ
ലീഗിന് അതൊരു രാഷ്ട്രീയ ഗുണമാകും അല്ലെങ്കിൽ UDF-ന് അതൊരു രാഷ്ട്രീയ ഗുണമാകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ബാബു കുടിക്കലിനെ തന്നെ ഈ മത്സരത്തിനിറക്കി ഈ ഒരു ഫ്രഷ് കട്ട് സമരം ഒരു ചർച്ചയാക്കി തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമാക്കി ഉയർത്തി കാണിക്കാൻ UDF ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ LDF-നും സമാന രീതിയിൽ ഈ സമരത്തിൽ പങ്കെടുത്ത നേതാക്കളെ മത്സരിപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് LDF-ഉം പോയിട്ടുണ്ട്. ഏതായാലും UDF-ന്റെ ഭാഗത്തു നിന്നും ലീഗിൽ ഈ ചെയർമാൻ ഈ ഫ്രഷ് കട്ട് സമരസമിതിയുടെ ചെയർമാനായിട്ടുള്ള ബാബു കുടിക്കിൽ അത് ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി എന്ന് തന്നെയാണ് ലീഗ് നേതൃത്വം പറയുന്നത്. അതിനുവേണ്ടി സഹായിച്ചതും അതിന് പ്രചരണത്തിന് ഇറങ്ങിയതും ഒക്കെ തന്നെ ഔദ്യോഗികമായി ലീഗ് നേതൃത്വം തന്നെയായിരുന്നു. ആ രീതിയിൽ ഇപ്പോൾ ബാബുവിനെ തന്നെ മത്സരിപ്പിക്കുന്നു, അല്ലെങ്കിൽ ബാബുവിലൂടെ ഈ ഫ്രഷ് കട്ട് സമരം കൂടി ചർച്ചയാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ UDF നടത്തുന്നത്. ബാബു കുടിക്കലിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് വരെ ഇറക്കിയതാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് കേസുമായി ബന്ധപ്പെട്ട നടപടികൾ കൂടി ഇതിനിടയിൽ നേരിടേണ്ടി വരില്ലേ അദ്ദേഹത്തിന്? ദിവ്യ, സ്വാഭാവികമായും ഈ കേസിൽ ഒളിവിൽ കഴിയുകയാണ് ബാബു കുടുക്കിൽ. അതോടൊപ്പം തന്നെ LDF-ന്റെയും നേതാക്കൾ ഒളിവിൽ കഴിയുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ DYFI-യുടെ ബ്ലോക്ക് സെക്രട്ടറി ആയിട്ടുള്ള മഹറൂഫ്, അദ്ദേഹം ഒക്കെ തന്നെ പരസ്യമായി വേദിയിലെത്തുന്ന സ്ഥിതി പോലും ഉണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ ബാബു കുടുക്കിൽ ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ പിടികൂടുകയാണെങ്കിൽ സ്വാഭാവികമായ ജനരോഷം ഉണ്ടാകുമെന്നുള്ളത് ഈ പോലീസും കരുതുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അറസ്റ്റിന് ശ്രമിക്കില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ സമയത്ത് തന്നെ ഇദ്ദേഹത്തെ സഹായിക്കുന്നത്, അതായത് ഇദ്ദേഹവുമായി ബന്ധമുള്ള ആളുകളെ പിടികൂടാനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ട്. ഏതായാലും ബാബു കുടിക്കലിനെ അറസ്റ്റ് ചെയ്യുക ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ, അതായത് ഈ തെരഞ്ഞെടുപ്പെടുത്ത സാഹചര്യത്തിൽ അത് വലിയ രീതിയിൽ ജനരോഷം ഉണ്ടാക്കുമെന്നുള്ള ഒരു തരത്തിൽ പോലീസിന് ഒരു വിവരമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ശ്രമിക്കില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനോ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനോ ബാബു കുടിക്കലിന് ബുദ്ധിമുട്ടുണ്ടാകില്ല. പകരം പ്രചരണ രംഗത്തേക്ക് പരസ്യമായി ഇറങ്ങുന്നത് പോലീസിനെ അല്ലെങ്കിൽ പോലീസിന്റെ നടപടിയെ ചോദ്യം ചെയ്യുന്ന ഒന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ആ പ്രചരണ രംഗത്തു നിന്നും മാറിയെന്നുകൊണ്ട് പ്രാദേശിക ലീഗ് നേതൃത്വം അല്ലെങ്കിൽ ലീഗിന് വലിയ സ്വാധീനമുള്ള മേഖല കൂടിയാണ്. ആ രീതിയിൽ പ്രാദേശിക ലീഗ് പ്രവർത്തകർക്ക് മാത്രം പ്രചരണത്തിന് ഇറങ്ങി അങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള രീതിയായിരിക്കാം ലീഗ് സ്വീകരിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സാധാരണ നമുക്കറിയാം, നേരത്തെ ജമ്മു കാശ്മീരിലൊക്കെ എഞ്ചിനീയർ റാഷിദ് അടക്കം ഈ ജയിലിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിൽ അദ്ദേഹത്തിന് ജയിലിൽ നിന്ന് തന്നെ മത്സരിച്ച് അങ്ങനെ അവിടെയുള്ള മെമ്പറാകാനും ജനപ്രതിനിധിയാകാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ദിവ്യ മനസ്സിലാക്കുന്നത്.